സോ നിങ്ങൾക്ക് 10 ലാക്ക് എബവ് ബഡ്ജറ്റ് ഒന്നും ഇല്ല, എനിക്കൊരു 8-9 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സീറ്റ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം BSc നഴ്സിംഗ് കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ. അതും എസ്പെഷ്യലി ബാംഗ്ലൂരോട്ട് അഡ്മിഷൻ നോക്കുന്നവർക്ക്. നിങ്ങൾ KCET എന്ന് പറയുന്ന എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ LBS അലോട്ട്മെന്റ് പോലെ തന്നെ KCET വഴി നമ്മൾ കയറുമ്പോൾ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ചെറിയ ഫീസ് സ്ട്രക്ചറിൽ നഴ്സിംഗ് പഠിക്കാം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. KCET എന്ന് പറയുന്ന എക്സാം BSc നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരിൽ മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത് വരുന്ന കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എക്സാം മാത്രമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൽ എനിക്ക് മാർക്ക് കിട്ടും, ആ മാർക്ക് വെച്ച് ചെറിയ ഫീസിന്, അതും നിങ്ങൾ ബിലോ 10 ലാക്സ് വലിയ വലിയ മെഡിക്കൽ കോളേജ് കിട്ടും എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. ബാംഗ്ലൂരിലെ മിക്ക മെഡിക്കൽ കോളേജിന്റെ ഫീസ് മാത്രം തന്നെ നല്ലൊരു വലിയ തുകയാണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ ബാംഗ്ലൂരിലെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷറും പ്രാക്ടിക്കൽസും ഒക്കെ കിട്ടുന്ന നല്ല നല്ല മെഡിക്കൽ കോളേജസിലെല്ലാം തന്നെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫീസിന് പുറമെ തന്നെ ഒരുപാട് അഡീഷണൽ ഫീസും ഹോസ്റ്റൽ ഫീസൊക്കെ വരുമ്പോൾ തന്നെ ഏകദേശം 10 ലാക്ക് എബവ് ഫീസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെയുള്ള കോളേജുകൾ വെയിറ്റ് ചെയ്തിരുന്നില്ല, നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാതെ ആയി കഴിയുമ്പോൾ അവസാനം നല്ല നല്ല ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും സീറ്റ് കിട്ടാതെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് 10 ലാക്ക് എബവ് ബഡ്ജറ്റ് ഒന്നും ഇല്ല, എനിക്കൊരു 8-9 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സീറ്റ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.